കൊണ്ടിരിക്കുകയാണ് വനം വകുപ്പ് സംഘം. ഏതായാലും അല്പസമയത്തിനകം തന്നെ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. 2017 സമാനമായി അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചിരുന്നു ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനായി. പക്ഷെ അന്ന് ഈ ഒരു തവണ മയക്കുവെടി വെച്ചിട്ട് ആന മയങ്ങിയില്ല. പിന്നീട് ആന ഉൾക്കാട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ മണിക്കൂറുകളോളം 5 തവണയാണ് അന്ന് മയക്കുവെടി വെച്ചത്. പക്ഷെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ആ മിഷൻ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് ആ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആനയെ ഈ മയക്കുവെടി വെച്ചാലും അനുകൂലമായ സാഹചര്യം ഓടിയാലും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ തന്നെ ആനയെ കിട്ടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് മയക്കുവെടി വെച്ചാൽ ഈ ആന മയങ്ങുന്നതിന് 45 മിനിറ്റോളം ആണ് സമയം വേണ്ടത്. അതിനിടയിൽ ഈ ആന ഓടാനുള്ള സാധ്യതകൾ ഉൾപ്പെടെയുണ്ട്. ചിലർ ഓടില്ല. അത്തരത്തിൽ ആ സാധ്യതകൾ ഉൾപ്പെടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധ്യത ഇപ്പോൾ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു തരത്തിലും വിഘാതമാകില്ല അല്ലെങ്കിൽ തടസ്സമാകില്ല ഈ മിഷന് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭദ്ര. ആന്റണി, ഈ 2017 2 കുങ്കിയാനകളെ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ദൗത്യത്തിലേക്ക് സംഘം കടന്നിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നുണ്ട്, അന്ന് ദൗത്യത്തിലുണ്ടായിരുന്ന കുങ്കിയാനയിൽ കരീം എന്ന് പറയുന്ന കുങ്കിയാന ഈ ആനയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ തന്നെ ഏറ്റവും കരുത്തനും ശക്തനും ഒക്കെയാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. എന്നിട്ട് പോലും ഈ അരിക്കൊമ്പനെ പിടികൂടാൻ 2017 സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ആനകൾ തമ്മിൽ, അതായത് ഈ കുങ്കിയാനകൾ തമ്മിലുള്ള ചെറിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കോന്നി സുരേന്ദ്രനും അതുപോലെ കുഞ്ചുവും മറ്റ് സൂര്യനും വിക്രമും ഒക്കെ തന്നെ ഒരേ പ്രദേശത്ത് നിന്നുള്ള ആനകളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആനകളാണ്. അതുകൊണ്ട് ഈ ദൗത്യം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആകും എന്നുള്ള വനംവകുപ്പിന്റെ ആ ഒരു നിഗമനം, അത് ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഭദ്ര, ഈ കുങ്കിയാനകളുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ആനയെ ആദ്യം ആനയെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ദൗത്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലെ ഈ ദൗത്യം എന്ന് പറയുന്നതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ ആന എവിടെയുണ്ട്, ഈ ഏത് മേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യുകയാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ മയക്കുവെടി വെക്കുന്നതിന് ആ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശം അനുയോജ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പിന്നീട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമതല പ്രദേശമാണോ, ഈ ആനയെ മയക്കുവെടി വെച്ചാൽ അത് എവിടേക്കൊക്കെ ഓടാൻ സാധ്യതയുണ്ട്, അങ്ങനെയെങ്കിൽ അതിനെ ആ മേഖലയിൽ നിന്ന് വാഹനത്തിൽ ഈ ലോറി കയറ്റാൻ സാധിക്കുമോ, ലോറി അവിടേക്ക് എത്തിക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. തുടർന്നാണ് ഈ മയക്കുവെടി വെക്കുക. മയക്കുവെടി വെച്ച് കഴിഞ്ഞാലാണ് ഈ കുങ്കിയാനകളുടെ റോൾ എന്ന് പറയുന്നത്. ഈ ആനയെ പിന്നീട് ഈ വരുതിയിലാക്കുന്നത് ഈ കുങ്കിയാനകളാണ്. ആ കുങ്കിയാനകളാണ് പിന്നീട് ഈ ആനയെ അവിടെ നിന്ന് ലോറിയിൽ കയറ്റുന്നതും പിന്നീട് അടുത്ത ഇടത്ത് കൊണ്ടുപോയി ആന ഇറക്കുമ്പോഴൊക്കെ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യത്തിലാണ് അത് ചെയ്യുക. ഏതായാലും ഈ മിഷനിൽ 4 കുങ്കിയാനകൾ പങ്കെടുക്കുന്നുണ്ട്. കുങ്കിയാനകൾക്കപ്പുറത്തേക്ക് നിലവിൽ അന്ന് ഈ മിഷൻ പരാജയപ്പെടാൻ കാരണം ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു. വനമേഖലയിലേക്ക് ഈ അരിക്കൊമ്പൻ കയറിപ്പോയി എന്നുള്ളതാണ്. അന്ന് ഏതാണ്ട് രാവിലെയോടെ മയക്കുവെടി വെച്ചിട്ട് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അരിക്കൊമ്പനെ കാണാൻ സാധിച്ചത്. ഏതാണ്ട് 5 മണിയോടുകൂടി മാത്രമാണ് പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടി മാത്രമാണ് അരിക്കൊമ്പനെ മേഖലയിൽ കാണാനൊക്കെ സാധിച്ചത്. പിന്നീട് അതുകൊണ്ട് തന്നെയാണ് ആ മിഷൻ ഉപേക്ഷിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത്. കാരണം ഇത്തരം കാര്യങ്ങൾ കൂടി വാഹനം കൊണ്ടുവരിക, വണ്ടിയിലേക്ക് കയറ്റി ആനയെ കൊണ്ടുപോകാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് അതും ഒരു തടസ്സമായി തന്നെ ഉണ്ടായിരുന്നു നിലവിൽ. ഏതായാലും ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ദൗത്യ സംഘം ഉള്ളത്. കാരണം മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് ഈ പ്രദേശത്ത് വനംവകുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസമാണ് ആന്റണി 2017 ആ ഒരു പാളിച്ച അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ മുൻകരുതലുകളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ പ്ലാൻ ചെയ്ത രീതിയിൽ ആന്റണി സൂചിപ്പിച്ചതുപോലെ മാസങ്ങളായി തുടരുന്ന ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായാണ് ഇപ്പോൾ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം അത് പുരോഗമിച്ചു